ഇന്നത്തെ മീറ്റിംഗിനെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടല്ലോ? എല്ലാം ഫിക്സ് ആച്ചാ. മീറ്റിംഗിന് അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് റെഡിയാണോ? റെഡിയാണ്. എങ്കിലും കുറച്ച് ഡീറ്റെയിൽസ് കൂടി അതിൽ ചേർത്താൽ കൊള്ളാമെന്നുണ്ട്. ഏതായാലും ഓഫീസിൽ ചെന്ന ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ഞാൻ അച്ഛന് തരാം. അത് മതി മോളെ. നമ്മൾ ഓഫീസിലേക്കാണോ പോണേ? പാർക്കിലേക്കല്ലേ? ഞങ്ങൾ ഓഫീസിലേക്കല്ലേ പോണേ, പാർക്കിലേക്കാ. പാർക്കിലേക്കോ? കൊട്ടാ, നമ്മൾ ഓഫീസിലേക്കാ പോകുന്നത്. അപ്പൊ എന്നെ പാർക്കിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞതോ? പാർക്കിലേക്ക് നമുക്ക് പിന്നെ പോവാം. ഇപ്പൊ ഓഫീസിൽ പോകുന്നതാണ് അത്യാവശ്യം. അവിടെ എനിക്ക് ധാരാളം ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട് കുട്ടാ. അപ്പൊ എന്നെ മലക പാർക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് പറ്റിച്ചല്ലേ? എനിക്ക് പാർക്കിൽ പോയാ മതി. എനിക്ക് പാർക്കിൽ പോണം, പാർക്കിൽ പോണം, എനിക്ക് പാർക്കിൽ പോണം. കുട്ടാ കുട്ടാ, ഞാൻ പറയുന്ന കേൾക്ക് കുട്ടാ, പ്ലീസ്. എനിക്ക് പാർക്കിൽ പോണം, പോണം, പോണം. എനിക്ക് പാർക്കിൽ പോണം. പറയുന്ന കേൾക്ക് കുട്ടാ. വേണ്ട, കേൾക്കണ്ട. എനിക്ക് ഓഫീസിൽ പോകണ്ട, എനിക്ക് പാർക്കിൽ പോയാ മതി. പറയുന്നത് എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ദേവികേ, എന്തിനാ നീ ഇങ്ങനൊരു നാടകം കളിക്കുന്നത്? 5 മിനിറ്റ് മുമ്പല്ലേ പാർക്കിൽ കൊണ്ടുപോവാന്ന് നീ കുട്ടനെ വാക്കുകൊടുത്തത്? നീ ആ വാക്കുകൊടുത്തത് ഞാൻ എന്റെ സ്വന്തം ചെവി കൊണ്ട് കേട്ടതാ. എന്നിട്ടിപ്പോ മഹാദേവന്റെ മുമ്പിൽ നല്ല വെള്ള ചമയാൻ വേണ്ടി നീ വാക്ക് മാറ്റി പറയുന്നോ? അത് മുത്തശ്ശി, കുട്ടനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ വെച്ച് പറഞ്ഞതാ. കുട്ടൻ നിർത്താതെ വാശി പിടിച്ചതുകൊണ്ടാ കുട്ടനെ പാർക്കിൽ കൊണ്ടുപോകാന്ന് ഞാൻ സമ്മതിച്ചത്. എന്നുവെച്ച് ഓഫീസിലെ ജോലി പ്രധാനോ, അതുപോലെ തന്നെ കുട്ടന്റെ സന്തോഷവും പ്രധാനോ. അത് നീ മനസ്സിലാക്ക. അത് രണ്ടും നിനക്ക് ഒരുപോലെ കൊണ്ടുപോകാനാവോ? ഒരുപോലെ കൊണ്ടുപോകാനാവില്ലെങ്കിൽ നീ അത് തുറന്നു പറയണം. എല്ലാം ഒരുമിച്ചു കൊണ്ടുപോയി വലിയ ആളാവാന്ന് കരുതിയാ എല്ലാം കുളവാവും. സമയത്തിന് റിപ്പോർട്ടും കിട്ടില്ല, കുട്ടന്റെ മനസ്സ് വേദനിക്കുകയും ചെയ്യും. ആ, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഇവളുടെ അഭിനയം മനസ്സിലായല്ലോ. അമ്മേ, ആ, നീ ഇവളുടെ വക്കാലത്ത് പിടിക്കാൻ നിക്ക്. എനിക്ക് അതൊന്നും കേക്കണ്ട. ഞാൻ കള്ളം പറയുന്നതല്ല. ഓഫീസിൽ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ മറന്നിട്ടുമില്ല. കുട്ടനെ കൊണ്ട് പാർക്കിൽ പോകാമെന്ന് ഞാൻ സമ്മതിച്ചത് കുട്ടന്റെ വാശി ഒന്ന് അടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ദേവിക ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ദേവികയെ മനസ്സിലാവും. ദേവിക, കുട്ടനെ കൊണ്ട് പാർക്കിലേക്ക് വെക്കുള്ളൂ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അച്ഛാ, അത് പിന്നെ മോൾക്കൊരു ടെൻഷനും വേണ്ട. ഓഫീസിൽ ഋഷി ഉണ്ടല്ലോ, അവനെ കൊണ്ട് ഞാൻ റിപ്പോർട്ട് തയ്യാറായിക്കൊള്ളാം. സിദ്ധുവിനെ കെയർ ചെയ്യാനും അവനെ സന്തോഷിപ്പിക്കാനും ഇപ്പൊ ദേവിക്ക് മാത്രമേ കഴിയൂ. ദേവിക അതിന് പ്രാധാന്യം കൊടുത്താൽ മതി. ഓഫീസിലെ കാര്യങ്ങൾ ദേവികയുടെ അഭാവത്തിൽ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. റിപ്പോർട്ട് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാമല്ലോ. മലകെ, നമുക്ക് പാർക്കിൽ പോവാം. വാ.